ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തിലേക്ക് കടന്നാലോ. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് രേവതിയുടെയും സച്ചിയുടെയും ആ സീനുകൾ കൂടുതൽ കാണാൻ വേണ്ടിയല്ലേ. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ചയും രേവതിയുടെയും സച്ചിയുടെയും സീനുകൾ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കുറച്ച് റൊമാൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമുക്ക് എപ്പിസോഡ് വരാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞ് ബോറാക്കുന്നില്ല. ഇന്ന് നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ കള്ളൻ സുധിയെ പിടികൂടുവോ ഇല്ലയോ എന്ന ആ ഒരു എന്താ പറയുക ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടായിരുന്നു അവസാനിച്ചത്. അപ്പൊ ഒരാൾ ഇന്ന് കടന്നു വന്നു. വേറെ ആരുമല്ല, അയാള് മറ്റേ നമ്മുടെ ഹണിമൂണിന് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ, ആ ഏജൻസിയിലെ ഒരു പയ്യനാണ് വന്നത്, ആ സ്റ്റാഫാണ് വന്നത്. വന്ന ഉടനെ തന്നെ സുധി സാറിനെ ആട്ടോ അന്വേഷിച്ചത്. ഏതായാലും നമ്മുടെ സുധി സാറിനെ അന്വേഷിച്ചു. സുധി സാറ് അവിടെ ഉണ്ടല്ലോ. സുധി സാറ് മുമ്പിലേക്ക് ചെന്നു. എന്താണെന്ന് ചോദിച്ചപ്പോഴ്, അതേ വേറൊന്നുമല്ല സാർ, സാറിനൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറ് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം തികച്ചും നല്ലൊരു ഓഫർ തന്നെ വന്നിട്ടുണ്ട് സാറിന്. അതുകൊണ്ട് പകുതി പൈസ മാത്രം, ടിക്കറ്റിന്റെ പകുതി പൈസ മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ബാക്കി ബാലൻസ് തുക സാറ് തന്ന കവറിൽ തന്നെ ഇട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ കവറും ആ പൈസയൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നു. പിടിച്ചില്ലേ നമ്മുടെ സച്ചി. ഏതായാലും സച്ചി കവറ് കണ്ടതും പിടികൂടി. സച്ചി പെട്ടെന്ന് ആ കവറിലേക്ക് രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഈ സമയം കൊണ്ട് നമ്മുടെ സുധി വേഗം റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും സച്ചി പറഞ്ഞു, നിക്കടാ അവിടെ, കള്ള നിക്കടാന്ന് പറഞ്ഞു. വന്നു, പിടികൂടി മക്കളെ. അപ്പം ഇത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാത്തത്, ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിച്ചില്ലായിരുന്നു അല്ലെ. അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാം, അതായത് ഇന്നലത്തെ പ്രമോ വിശേഷം കണ്ടവർക്കൊക്കെ അറിയാം. ഞാൻ ഇന്നലെ ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തി തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് ഇന്ന് വന്നിട്ടില്ലായിരുന്നു. അത് അടുത്ത ആഴ്ചയിലേക്കാട്ടോ വരാൻ പോകുന്നത്. അങ്ങനെ സുധീനെ പിടികൂടി, കൈയോടുകൂടി തന്നെ കള്ളൻ കപ്പലിലുണ്ടെന്ന് മനസ്സിലായി. ഏതായാലും സച്ചി പറഞ്ഞു, നീ അവിടെ നിൽക്കുക, അത് കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും ദാ കിടക്കുന്നു, വേറെ ഒന്നുമല്ല, നമ്മുടെ രവീന്ദ്രന് കിട്ടിയ അതേ കവറ് തന്നെ. അവിടെ വെച്ച് നമ്മുടെ സുധീനെ പൊരിച്ചെടുക്കുകയാണ്. പക്ഷേ അവിടെ വേറൊരു ട്രിക്ക് നമ്മുടെ ചന്ദ്രമതി പ്രയോഗിക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ സുധി പെട്ടു എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി. കാരണം അവിടെ നിന്ന് രേവതിയും അതുപോലെ തന്നെ ദേവും ലക്ഷ്മിയും ശരത്തും ഒക്കെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. ഇത്രയും നേരം അവർ തിരിച്ചു കൂടുതൽ പ്രതികരിച്ചില്ല, കരഞ്ഞു കാറിക്കൂവി നിൽക്കുകയായിരുന്നു. അവരും വല്ലാണ്ടങ്ങ് ഷോക്കായി പോയി. പക്ഷെ കള്ളൻ ഈ വീട്ടിൽ തന്നെയുണ്ട്, സുധിയാണെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, ഏതായാലും മോശമായി പോയി, ഞങ്ങള് പറഞ്ഞതല്ലേ എന്റെ മോൻ മോഷ്ടിക്കില്ല എന്ന്, എന്നിട്ട് എന്റെ മകൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മകൻ തന്നെയല്ലേ മോഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നമ്മുടെ ശ്രുതി നിൽക്കുന്നു. ശ്രുതി ആയിക്കോട്ടെ, കിളി പോയ പോലെ ശ്രുതി നിൽക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ശ്രുതിക്ക് അറിയില്ല. അപ്പം സച്ചി പറയുന്ന പോലെ ഇനിയിപ്പോ ശ്രുതി കള്ളനാണോ എന്ന് വരെ സംശയിച്ചു പോവുകയാണ് നമ്മുടെ ശ്രുതി രൂക്ഷമായിട്ട് ശ്രുതിനെ തന്നെ നോക്കുന്നു. നാണം കെട്ടില്ലേ അവിടെ, ശ്രുതി സഹിതമല്ലേ നാണം കെട്ടത്, പിന്നെ എങ്ങനെ ശ്രുതിനെ നോക്കി ദഹിപ്പിക്കാതിരിക്കും. ഈ സമയത്ത് സച്ചി പറഞ്ഞു, ഉറപ്പായിട്ടും പോലീസിനെ വിളിച്ചേ പറ്റൂ, പോലീസിനെ വിളിക്കണം. ഇവന് എന്തുകൊണ്ട് ഇവൻ പറയാതെ പൈസ എടുത്തു, പോലീസിനെ വിളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ മുന്നിൽ വന്നിട്ട് സുധിയോട് ചോദിച്ചു, നീ എന്തിനീ പണി ചെയ്തു, നീ എന്തിനാ ഈ പൈസ എടുത്തത്, ഇത്രയും നേരം ആ ശരത്തിനെ വെറുതെ ഇവിടെ കള്ളനാക്കിയത് നീ കണ്ടതല്ല, നീയും കൂടെ ചേർന്നല്ലേ അവനെ കള്ളനാക്കിയത്, നീ എന്താ പറഞ്ഞത്, അവൻ തന്നെ എടുത്തെന്ന്. അതുപോലെ ഇവിടെ ആവർത്തിച്ച് എല്ലാവരും ആ ശരത്തിനെ പഴി പറഞ്ഞപ്പം നീ എന്തുകൊണ്ട് മിണ്ടാതെ നിന്നു, നീ എന്തിനെടുത്തു, നീ എന്തിനാടാ ഇതെടുത്തതെന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു. നമ്മുടെ സുധി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കറെ മുള്ളുന്നൊരവസ്ഥയാണ് കേട്ടോ. കാരണം സുധി അവിടെ നിന്ന് വെന്തുരുകയാണ്. ഈ സമയം നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് ഒരൊറ്റ കയ്യടി, ഒരൊറ്റ ചിരിയും, അയ്യോ എന്റെ ദേവിയെ, എന്റെ മഹാദേവിയെ, ഇത് ഞാൻ മറന്നു പോയല്ലോ, എന്റെ ഈശ്വരാശു, എന്റെ നാവ് അങ്ങോട്ട് കണ്ടിച്ചു കളയ. എന്റെ ദൈവമേ, ഞാനൊരു വലിയ അബദ്ധമാണല്ലോ ചെയ്തത്, എന്ത് പറ്റി, ഇത്രയും വലിയൊരു കാര്യം ഞാൻ മറന്നുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര അഭിനയം. അപ്പൊ സച്ചി അങ്ങനെ ഇരിക്കട്ടെ, എന്താ ഇപ്പൊ നിങ്ങക്ക് പറയാനുള്ളത് ചോദിച്ചപ്പം, അത് പിന്നെ അവൻ ആ പൈസ അവൻ എടുത്തതല്ല, അവനെ ഞാൻ പൈസ എടുത്ത് കൊടുത്തതാ, പക്ഷെ അവന് അറിയില്ലായിരുന്നു അത് ആ പൈസയാണെന്ന്, അത് അവൻ മിണ്ടാതിരുന്നത്. അല്ല, അപ്പൊ അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ അത് ആ പൈസയാണെന്ന്.
അത് സുധിക്ക് എടുത്തു കൊടുത്തെന്നും അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ട് അമ്മ ഇവിടെ പ്രതികരിച്ചു ശരത്തെടുത്തെന്ന് പറഞ്ഞോണ്ട്? അതിന് ഒരു ന്യായം പറ. അത് പിന്നെ ഞാനേ പെട്ടെന്നങ്ങ് മറന്നുപോയി, അവന് കൊടുത്ത കാര്യം ഞാൻ ഓർത്തില്ല. എന്റെ ഒരു കാര്യം, ഇപ്പൊ തീരെ ഓർമ്മശക്തി ഇല്ലെന്ന് എപ്രായമൊക്കെ ചെന്നില്ലേ, അതിന്റെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് അഭിനയം തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, അതെ അച്ഛന്റെ പെണ്ണുമ്പിള്ളേനെ അച്ഛനൊരു കാര്യം ചെയ്യുക, വല്ല സിനിമയിലോ സീരിയലിലോ ഒക്കെ കൊണ്ടങ്ങോട്ട് ചേർക്ക്. അങ്ങനെ വല്ല അവസരം കിട്ടുവാണെങ്കിലേ ഉറപ്പായിട്ടും അവിടെ പക്ക പൊളിച്ചടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഈ അഭിനയം കാഴ്ച വെച്ചോണ്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു, ആരഭിനയിച്ചു? ഞാൻ അഭിനയിച്ചൊന്നുമല്ല, സത്യമായിട്ടും ഞാനത് മറന്നുപോയി. 100 കൂട്ടം കാര്യങ്ങളൊക്കെ ഓർത്തോടെ നടക്കല്ലേ, അതിന്റെ ഇടയിൽ ഇതൊക്കെ എങ്ങനെയാ മറക്കാതിരിക്കുക? ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ദേ അമ്മ പോകാൻ വരട്ടെ, അമ്മ എവിടെ നിൽക്കുക, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ കിടന്ന് ഉരുകുന്നത് അമ്മ കണ്ടതല്ലേ, ആ സമയത്തെങ്കിലും അമ്മയ്ക്കൊന്നും പറയത്തില്ലായിരുന്നു അമ്മയുടെ മകനാണ് പൈസ എടുത്തു കൊടുത്തതെന്ന്. ഇത് രാവിലെ തുടങ്ങിയതല്ലേ ഈ പ്രശ്നം ഇവിടെ, എന്നിട്ട് അമ്മയ്ക്ക് എന്തുകൊണ്ട് ഓർമ്മ വന്നില്ല? ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മേനെയും അനിയത്തിനെയും അനിയനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചിട്ട് ഇപ്പം വെറുതെ വിടണം എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോ സച്ചു പറഞ്ഞു, അങ്ങനെ പറ രേവതി, അങ്ങനെ പറ. ഞാനും സമ്മതിക്കില്ല. ഏതായാലും ഇവിടെ മാപ്പ് പറഞ്ഞേ പറ്റൂ, മാപ്പ് പറയണം. രേവതിയോടും രേവതി ഡാഡി അനിയനോടും അനിയത്തിയോടും അമ്മയോടും മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ ഞാൻ മാപ്പ് പറയാലോ, ഇപ്പൊ എന്താ മാപ്പ് പറയുന്നതിന് പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാപ്പ് പറയുന്നതിന്? ഞാൻ പറഞ്ഞോളാം. അതെ ലക്ഷ്മി, ദേവു, ശരത്തെ, സോറി, അങ്ങോട്ട് ക്ഷമിക്ക, എനിക്കൊരു അബദ്ധം പറ്റിയതാ, സത്യമായിട്ട് ഞാൻ മറന്നുപോയതാ. അതെ, ഈ തവണ അങ്ങോട്ട് ക്ഷമിക്ക, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം എന്നിങ്ങനെ പറഞ്ഞു. ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ ചന്ദ്രമതി അപ്പം മാപ്പും സഹിതം പറഞ്ഞു കേട്ടോ. ഇല്ലെങ്കിൽ ഓർത്തോണം, നമ്മുടെ ശ്രുതിയുടെ ജീവിതം തന്നെ പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. കാരണം ശ്രുതിക്കും ഇത് വലിയൊരു ക്ഷീണമാകും, ശ്രുതിനെ കുറ്റപ്പെടുത്തും. അതുപോലെ എല്ലാവരുടെയും മുമ്പിൽ ശ്രുതി ഒരു കള്ളനായിട്ട് മാറും. അപ്പൊ താൻ കുറച്ച് താഴ്ന്നു നിന്നാലും തന്റെ മകൻ അങ്ങോട്ട് ഉയർന്ന് നിൽക്കണമല്ലോ, ശ്രുതി അങ്ങോട്ട് ഉയർന്ന് പൊങ്ങി നിൽക്കണമല്ലോ, തങ്ങളുടെ മനസ്സിലിരിപ്പേ. ഏതായാലും അവിടെ നമ്മുടെ ശ്രുതിനെ അങ്ങോട്ട് ചന്ദ്രമതി രക്ഷിച്ചു. എന്തിനു രക്ഷിക്കുകയൊക്കെ അതൊക്കെ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ, വേറൊന്നുമല്ല. ശ്രുതി ചോദിക്കും, എന്തുകൊണ്ട് എന്നോട് ഈ കാര്യം ശ്രുതി ആട്ടോ ചോദിക്കുന്നത് ശ്രുതിയോട്, എന്തുകൊണ്ട് എന്നോട് ഈ കാര്യം പറഞ്ഞില്ല നിങ്ങള്? കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ശമ്പളം കിട്ടിയ പൈസയാണെന്നും പറഞ്ഞല്ലേ ഇത് എനിക്ക് കൊണ്ട് തന്നത്, അത് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരുമല്ലോ. അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊന്നും അല്ലാട്ടോ ചോദിക്കുന്നത്, മാറി റൂമിനകത്ത് പോയി നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല എല്ലാം ഞാൻ സമ്മതിച്ചു തരുന്നു, അമ്മ മറന്നുപോയി എന്നൊക്കെ പറയുന്നത് അതെനിക്ക് അത്രയ്ക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല ശ്രുതി. എന്താ ഇവിടെ നടക്കുന്നത്, എന്താ ഇവിടെ നടന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളം? ദേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അമ്മ വേറെ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അമ്മ അപ്പ പറഞ്ഞത് പച്ചക്കള്ളവാ, അതെനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര നിൽക്കുന്നത്. ചന്ദ്ര വെളിയിൽ നിന്ന് ഇത് കേൾക്കുക. ചന്ദ്രയാണെ പിടിച്ചു നിൽക്കും, ശ്രുതി പിടിച്ചു നിൽക്കുവോ? പൊട്ടനല്ലേ. ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മ എനിക്ക് തന്നായിരുന്നു, അത് ഞാൻ നിന്നോടത് പറയാത്തത് അല്ല, എന്നോട് പറഞ്ഞില്ല. അത് ചിലപ്പം ശ്രുതിക്ക് നാണക്കേട് കൊണ്ടായിരിക്കാം, അമ്മ തന്ന പൈസയാണല്ലോ, അപ്പൊ അത് നാണക്കേട് കൊണ്ടായിരിക്കാം ശമ്പളം കിട്ടിയെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് തന്നത്. പക്ഷെ അത് അമ്മ എങ്ങനെ മറന്നു? അത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചന്ദ്ര റൂമിനകത്തേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട്, അത് പിന്നെ മോളെ ഞാൻ സത്യമാ മോളെ പറഞ്ഞത്, സത്യമായിട്ട് ഞാൻ മറന്നുപോയ കാര്യം മോളെ നീ ഒന്ന് മനസ്സിലാക്കും മോളെ, ഞാൻ മറന്നുപോയിട്ടോ, ഞാൻ എന്തിനാ മോളോട് നുണ പറയണത്? എനിക്ക് മോളോട് നുണ പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും എനിക്ക് മോളോട് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അമ്മ എന്തിനാ നുണ പറയുന്നത്? അമ്മയ്ക്ക് നുണ പറയേണ്ട കാര്യമുണ്ടോ? അമ്മ സത്യമാ ശ്രുതി പറയുന്നത്, അമ്മ എനിക്ക് പൈസ തന്നു, അത് ശരിയാണ്, അമ്മ എനിക്ക് ഈ പൈസ കൊണ്ടു തന്ന, പക്ഷെ ഇത് എനിക്ക് എവിടെ നിന്നാന്ന് അറിയില്ലായിരുന്നു, പക്ഷെ അത് അമ്മ മറന്നുപോയി കാണും, സത്യമായിട്ട് ഞാൻ മറന്നുപോയതാ മോളെ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഇത്രയൊക്കെ സംഭവിച്ചില്ലേ, ഇനി ആ പൈസ എങ്ങനെയെങ്കിലും ശ്രുതി തിരിച്ചു കൊടുക്കണം, ആ പൈസ ഇനി കയ്യിൽ വെക്കേണ്ട, ആ പൈസയും കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ട്രിപ്പ് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഹണിമൂണിന് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, വേണ്ട മോളൊരു കാര്യം ചെയ്തോ, ആ പൈസ സച്ചിയുടെ പൈസയൊന്നും അല്ലല്ലോ, പിന്നെന്താ, അത് ഇവനും അവകാശപ്പെട്ടത് തന്നെ, ഇവന്റെ അച്ഛന്റെ പൈസയല്ലേ, അതിന് മക്കള് വെക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതിയും സച്ചിയുടെയും കുറച്ച് പ്രണയരംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേറൊന്നും അല്ല കേട്ടോ,
ഇപ്പൊ രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഭയങ്കരമായിട്ട് കരയാണ് റൂമിലിരുന്ന്. അപ്പൊ സച്ചി ചെന്നിട്ട് എന്ത് പറ്റി രേവതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ പറ്റിയത്, എന്തിനാ നീ ഇനി കരയുന്നത്, നിന്റെ അനിയൻ നിരപരാധി ആണെന്ന് തെളിഞ്ഞല്ലോ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം രേവതി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അല്ല എന്തിനാ എപ്പോഴും എന്റെ വീട്ടുകാരെയും എന്നെയൊക്കെ ഇങ്ങനെ അടിച്ചമർത്തുന്നത്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഈ വീട്ടിലേക്ക് ഒരിക്കലും വാശി പിടിച്ചോ അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമല്ല ഞാൻ വന്നത് ഇവിടെ ഉള്ളവരുടെ നിർബന്ധപ്രകാരമല്ലേ, പിന്നെ എന്തിനാ എന്റെ വീട്ടുകാരെ ഇതിനിടയിൽ ഇട്ട് വേദനിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നിനക്ക് അങ്ങനെ തോന്നിയോ, നീ ഇനി നിന്റെ വീട്ടുകാരെന്ന് പറയരുത്, അത് എന്റെയും കൂടെ വീട്ടുകാരല്ലേ, നിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അത് എന്റെയും കൂടെ വീട്ടുകാരാ, അതുകൊണ്ട് ഞാനിന്ന് എന്താ ചെയ്തതെന്ന് നീ കണ്ടല്ലോ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് ശരത്തിനെയും ലക്ഷ്മിനെയും ഒക്കെ നന്നായിട്ട് അറിയാം. സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കുടുംബത്തില് എന്റെ അച്ഛനെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറപ്പാ നിന്റെ കുടുംബക്കാര് തന്നെയാ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്. നിന്റെ അമ്മ ഒരു മകനെ പോലെ സ്നേഹം തരുന്നുണ്ട് എനിക്ക് അവിടെ വരുമ്പോ, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു മകന്റെ സ്നേഹം ഒന്നും കിട്ടിയിട്ടില്ല, ഒരു മകനെ പോലെ എന്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, പക്ഷെ നിന്റെ അമ്മ അതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കുടുംബത്തെ നീ പറയണ്ട, നമ്മുടെ കുടുംബം അത് നമ്മുടെ കുടുംബമാണ്. എന്റെ സ്വന്തം അമ്മയായിട്ടാണ് ഞാൻ നിന്റെ അമ്മേനെ കാണുന്നത്, എന്റെ സ്വന്തം സഹോദരിയായിട്ടാണ് നിന്റെ അനിയത്തിനെയും അനിയനെയും ഒക്കെ ഞാൻ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും രേവതിക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ രേവതി പെട്ടെന്ന് കയറി സച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ കവിളില് ഒരു ഉമ്മ കൊടുത്തു കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി അങ്ങ് കയറി കെട്ടിപ്പിടിച്ചു. പിന്നെ അവിടെ നടക്കുന്നത് കുറച്ച് റൊമാൻസ് സീനുകളൊക്കെയാണ്. പിന്നെ ലൈറ്റ് ഓഫ് ആകുന്നു, പിന്നെ അവരുടെ റൊമാൻസുകളാണ് കേട്ടോ. അപ്പൊ അന്ന് നടന്നല്ലോ എന്താ പറയാ, ഫസ്റ്റ് നൈറ്റ് അല്ല, ശാന്തി മുഹൂർത്തം, അതുപോലെ ഒരു ചെറിയ സെക്കൻഡ് ശാന്തി മുഹൂർത്തം തന്നെ. അന്ന് നടന്നതിൽ പിന്നെ വേറൊന്നും നടന്നിട്ടില്ലായിരുന്നു ഇവര് തമ്മില്. അന്ന് നടന്നതുപോലെ തന്നെ ഒരു സെക്കൻഡ് ശാന്തി മുഹൂർത്തവും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നേരം വെളുക്കുകയാണ്. നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒരു കുളിയൊക്കെ കഴിഞ്ഞൊരു വരവ് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും അതിനിടയിൽ നമ്മുടെ സച്ചിയുടെ ചെറിയ റൊമാൻസ് ഒക്കെ ഉണ്ട്. അപ്പം രേവതി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും രേവതിയുടെ മുഖത്തെ പുഞ്ചിരിയും ആ ഒരു മുഖത്തെ പ്രസാദവും സന്തോഷവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തോ പന്തികേട് തോന്നി. ചന്ദ്ര ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പൊ കുളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മേ ഞാൻ കുളിച്ചത് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നാണത്തോടു കൂടി നിൽക്കുമ്പോഴത്തേക്കും, നീ കുളിച്ചത് എന്തിനാന്നേ ചോദിച്ചത്, രാവിലെ നീ എന്താ നേരത്തെ എണീക്കാത്തത്, സമയം എത്രയായെന്ന് അറിയാമോ, നീ എന്തിനാ താമസിച്ച് എണീറ്റത്, അതുമല്ല നീ ഒരു ചായ പോലും കൊണ്ട് തന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും, നീ എന്തിനാ ഇപ്പൊ കുളിച്ചത്, അത് പിന്നെ ഇപ്പൊ കുളിച്ചത് എന്തിനാ, എനിക്ക് കുളിക്കാൻ പാടില്ലേ, എനിക്ക് കുളിക്കാൻ തോന്നി ഞാൻ കുളിച്ചു, ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ചെറിയൊരു നാണത്തോടു കൂടി അങ്ങോട്ട് പോയിട്ടോ. അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര, എന്റെ ഈശ്വര ഇത് പണി പാളിയോ, എന്തിനായിരിക്കും അവള് കുളിച്ചത്, ഇനിയിപ്പൊ എന്റെ ശ്രുതിക്കും ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കുട്ടി ഇവർക്ക് ജനിക്കുവോ, അങ്ങനെ എങ്ങാനും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഈശ്വര ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും സംഭവിക്കുകയല്ല. രണ്ടെണ്ണങ്ങൾ ഇവിടെ ഉണ്ട്, ആ രണ്ടെണ്ണങ്ങൾ ഇത്രയും നാളെയായിട്ടും ഒരു വിശേഷവും അറിയിച്ചിട്ടില്ല, രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാതാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറപുറത്തോണ്ട് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ സുധി എണീറ്റ് വരുന്നുണ്ടതും ചന്ദ്ര ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര നേരത്തെ എണീറ്റത്, അത് പിന്നെ അമ്മേ ഞാൻ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയെന്നോ, അതെന്താ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയത്, അത് പിന്നെ ശ്രുതിക്ക് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ബ്യൂട്ടി പാർലറിൽ നോക്കാനുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി, അവള് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ശോ എന്തുവാടാ ഇത്, ഞാൻ ഇതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ, ഓരോ മാസങ്ങളും ദിവസങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങി പൊക്കോണ്ടിരിക്കുക, നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ, അവിടെ ആ സച്ചിപ്പയ്യനും രേവതി പെണ്ണും കൂടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോടൊക്കെ പ്രത്യേകിച്ച് നീ എന്താ പറഞ്ഞു തരേണ്ടത്, ഞാൻ അമ്മയല്ല, എനിക്ക് പറഞ്ഞു തരുന്നതിനൊരു പരിധിയില്ലെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വന്നപ്പോഴത്തേക്കും എന്താ അമ്മ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം, പ്രശ്നോ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ, മോൾ എന്തിനാ ഈ കണക്കും കാര്യങ്ങളൊക്കെ ബെഡ്റൂമിനകത്ത് വെച്ച് നോക്കുന്നത്, അതിന്റെ കാര്യമൊന്നുമില്ല, നാളെ മുതൽ നേരത്തെ 8 മണിയാകുമ്പോ കയറി കിടന്നുറങ്ങിക്കണം, പാല് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് കാര്യമൊക്കെ പിടികിട്ടി. പക്ഷെ ശ്രുതി പതുക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ്. ഇപ്പം ഒന്ന് സെറ്റിൽ ആകാതെ ശ്രുതിക്ക് ഒരു കുഞ്ഞ് വേണ്ട, അവർ രണ്ടുപേരുടെ പ്ലാനിങ് തന്നെയാണ്. ചന്ദ്രയ്ക്ക് ഇതുവല്ല അറിയാമോ, ചന്ദ്രയാണെങ്കിൽ ഇപ്പൊ അവരുടെ കുഞ്ഞിനെ അവരിപ്പൊ പെറ്റു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്രുതിക്ക് കൊതിയും മതിയൊക്കെ തീർന്നതാണല്ലോ, ഒന്ന് പെറ്റതാണല്ലോ, ഇപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പം ശ്രുതിയുടെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ ഒരു സീൻ മിസ് ചെയ്തു പോയി. അത് വേറൊന്നുമല്ല, ഈ പൈസ കട്ടെടുത്തത് നമ്മുടെ ശ്രുതിയാണെന്ന് അറിയുമ്പം ചന്ദ്രയുടെ ആ ഒരു ഫീലിങ്സ് ഞാൻ പറഞ്ഞില്ലല്ലേ. ഏതായാലും ചന്ദ്ര പോതിരനെ തല്ലുന്നുണ്ട് കേട്ടോ, റൂമിൽ മാറ്റിക്കൊണ്ടിട്ട് പോതിരനെ നമ്മുടെ സുധീനെ തല്ലുകയാണ്. സുധീനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. അപ്പൊ സുധി കിടന്ന് കരയുന്നു, പട്ടി മോങ്ങുന്ന പോലെ കിടന്ന് മോങ്ങുന്നു.
അപ്പോഴേക്കും ആണെങ്കിൽ കുറെ തല്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മക്കളെ തല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു സങ്കടം വരുമല്ലോ. നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തല്ലി കഴിയുമ്പോൾ നമ്മൾ തല്ലി കഴിഞ്ഞാണല്ലോ നമുക്കൊരു സങ്കടം വരുമല്ലോ. സ്വാഭാവികമായിട്ടും അത് അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും സങ്കടം വരും. അതുപോലെ തല്ലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ എന്നാ ചെയ്തത്, സുധീനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മോന് വേദന എടുത്തോ, എന്ത് ചെയ്യാൻ, എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടല്ലേ അമ്മ തല്ലിപ്പോയത്, എൻ്റെ മോന് മാത്രം ഒരു ജോലി കിട്ടുന്നില്ലല്ലോ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൊഞ്ചിക്കാൻ തുടങ്ങി ആ മുതുക്കിനെ പിടിച്ചുകൊണ്ട്. എന്താ ചെയ്യേണ്ടത് തള്ളേ മോനെ, തള്ള കാരണമാണ് മകൻ ഇങ്ങനെ പിഴച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് സീന് കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിന്റെ സീനുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ വർഷയും ശ്രീകാന്തും കൂടെ വണ്ടിയിൽ കയറി പോകുന്നത് നമ്മുടെ ഭാമ കാണുകയാണ്. ആ ഭാമ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഭാമ, ആഹാ ശ്രീകാന്തിന്റെ കൂടെ ഒരു പെണ്ണ്. അപ്പൊ ഭാമയ്ക്ക് ഒരു സംശയം, ഇതാരായിരിക്കും, അവർ രണ്ട് കെട്ടിപ്പിടിച്ചിരുന്നാണ് പോകുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ദേവുവിനെ വഴിക്ക് വെച്ച് കാണുകയും ദേവുവിനെയും കൊണ്ട് ശ്രീകാന്ത് പോകുന്നുണ്ട്. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമയ്ക്ക് സഹിച്ചില്ല. ഭാമയാണെങ്കിൽ വിളിച്ച് നേരെ പറയുകയാണ് ചന്ദ്രയോട്, നിന്റെ മകൻ പിഴച്ചുപോയി, നിന്റെ മകൻ ഒരാളെയും കൊണ്ടൊന്നും അല്ല നടക്കുന്നത്, അവനെന്താ 3-4 പെണ്ണുങ്ങളുമായിട്ടാണെന്ന് തോന്നുന്നു അവന്റെ ഇത്. പിന്നെ നീ അവനോട് പറയാനും ചോദിക്കാനൊന്നും പോകണ്ട. പിന്നെ ഒരു പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് തരക്കേടില്ലാതെ തോന്നി, ഏതോ സാമ്പത്തികമുള്ള വീട്ടിലെ പെണ്ണാണെന്ന് തോന്നുന്നു. പക്ഷെ മറ്റേ രേവതിയുടെ അനിയത്തി ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ ചന്ദ്രയ്ക്ക് ചങ്കുവേനെ അങ്ങ് തുടങ്ങി. അയ്യോ ഈശ്വര, ഇനിയും ആ പൂക്കാരി കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനോ എനിക്ക് പറ്റത്തില്ല. ഇന്ന് ഞാൻ അവനെ ഞാനിന്ന് വലിച്ചു തീർന്നു പറഞ്ഞപ്പോൾ എന്തേ ചന്ദ്രൻ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ വെറുതെ അവനോട് ദേഷ്യപ്പെടാനൊന്നും പോകണ്ട. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം നിനക്ക് അറിയണ്ടല്ലോ, നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നത് അവർ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നീ കൂടുതൽ ഒന്നും പറയാൻ പോകണ്ട എന്ന് ഭാമ പറഞ്ഞു. ഏതായാലും ചന്ദ്ര ഇതൊക്കെ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് വേറെ നിവർത്തിയില്ല പറയാന്. ഇനിയിപ്പം എന്ത് ചെയ്യാൻ. അങ്ങനെ ഭാമ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ശ്രീകാന്തിന് കല്യാണം ആലോചിച്ചേക്കാം, അങ്ങോട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ ആലോചിച്ച് നമുക്ക് വിവാഹം കഴിച്ച് കൊടുത്തേക്കാം. അങ്ങനെ കുറച്ച് വിവാഹാലോചനയൊക്കെ നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിന് നടത്താൻ പോവുകയാണ് കേട്ടോ. ഇതിനിടയിൽ സച്ചിയുടെയും നമ്മുടെ രേവതിയുടെയും നല്ല കട്ട റൊമാൻസ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സച്ചി രേവതിയെയും കൊണ്ട് ഷോപ്പിങ്ങിനും കാര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ, അത് അവരുടെ കുടുംബക്കാർക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ രേവതിയെ മാക്സിമം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സച്ചി രേവതി സന്തോഷത്തോടു കൂടി തന്നെ പോകുന്നു. ശ്രുതിയുടെയും ജീവിതത്തിൽ കുറച്ച് കല്ലുകടികളൊക്കെ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സച്ചി ഉണ്ടല്ലോ, ഈ ഹണിമൂൺ ട്രിപ്പ് എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ അങ്ങ് പോയേക്കാന്ന് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അച്ഛന്റെ പൈസ ഇല്ല, എന്നാ പിന്നെ എല്ലാവർക്കും ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പോകാം, ആ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോകാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് നമ്മുടെ ചന്ദ്രയ്ക്ക് ഈ പൈസ ആവശ്യം വരികയാണ്. അതുകൊണ്ട് ശ്രുതിനെയും കൊണ്ട് ആ പൈസ തിരിച്ചു, ഹണിമൂണ് പോകണ്ട, എല്ലാവരും കൂടെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പൈസ തിരിച്ച് നമ്മുടെ ചന്ദ്രൻ മേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പൈസ നമ്മുടെ രവീന്ദ്രന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്രുതിയും കൂടെ ചേർന്ന്. ശ്രുതിക്ക് നല്ലൊരു നാണക്കേട് അവിടെ വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിനെ കൊണ്ട് അത് കൊടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണണം കേട്ടോ. അപ്പൊ ഞാൻ ഏകദേശം 1 വീക്ക് പ്രമോ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിലാണ്, ഡയലോഗ് സഹിതം നമുക്ക് പറയാൻ പറ്റില്ല, കൂടുതൽ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാതെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.